നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം ഈ ദിനത്തിലെ 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം. കോൺഗ്രസ് നൽകിയ പരാതി ACPയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കും. കേന്ദ്രമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് CPIM-ഉം കോൺഗ്രസും. സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ഓഫീസിലേക്ക് CPIM-ന്റെ പ്രതിഷേധ മാർച്ച്. ഓഫീസിന് മുന്നിലെ ബോർഡിൽ കരിയോയിൽ ഒഴിച്ച് പ്രവർത്തകൻ. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് BJP മാർച്ച്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിയമലംഘനമുണ്ടെങ്കിൽ ഇടപെടുമെന്ന് സുപ്രീം കോടതി. വോട്ടർ പട്ടികയിൽ മരിച്ചെന്ന് രേഖപ്പെടുത്തിയ സ്ത്രീയെ കോടതി മുറിയിലെത്തിച്ച ഹർജിക്കാർ. ആധാർ പൗരത്വരേഖയായി കണക്കാക്കാൻ കഴിയില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദം ശരിയെന്ന നിരീക്ഷണം. രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് കൊള്ളയാരോപണത്തിൽ പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം. പ്രതിപക്ഷം സഭാ നടത്തിപ്പ് തടയുന്നുവെന്ന് JP നഡ്ഡ. വോട്ട് മോഷണ പ്രതിഷേധം സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ പ്രതിപക്ഷ തീരുമാനം. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടേഴ്സ് ലിസ്റ്റിനെ ചൊല്ലിയും ആരോപണങ്ങൾ. കൊച്ചി കോർപ്പറേഷൻ പരിധിയിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാപക ക്രമക്കേട്. ഇല്ലാത്ത വീട്ടുനമ്പറിൽ 83 വോട്ടേഴ്സ്. 83 താമസക്കാരിൽ 50-ലധികം പേർ ഇതര സംസ്ഥാനക്കാർ. പ്രദേശത്ത് അങ്ങനെയൊരു കെട്ടിടമില്ലെന്ന് നാട്ടുകാർ. സംസ്ഥാനത്തെ തദ്ദേശ വാർഡ് പുനർവിഭജന പ്രക്രിയ പൂർത്തിയായി. വാർഡുകളുടെ എണ്ണം 21,900-ൽ നിന്ന് 23,612 ഉയർത്തി അന്തിമ വിജ്ഞാപനമിറക്കി. പുനർവിഭജനം നടന്നത് 2011-ലെ ജനസംഖ്യാ നിരക്കിന്റെ അടിസ്ഥാനത്തിൽ. സ്കൂളുകളിലെ ആഘോഷ ദിവസങ്ങളിൽ കുട്ടികൾക്ക് യൂണിഫോം നിർബന്ധമാക്കില്ല. കുഞ്ഞുങ്ങൾ വർണ്ണപ്പൂമ്പാറ്റകളായി പറന്നുരസിക്കട്ടെ എന്ന് വിദ്യാഭ്യാസ മന്ത്രി. അടുത്ത അധ്യയന വർഷം ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കും. മാർ ജോസഫ് പാംബ്ലാനിക്കെതിരായ CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശത്തിൽ കടുത്ത എതിർപ്പുമായി സീറോ മലബാർ സഭ. MV ഗോവിന്ദൻ ഗോവിന്ദച്ചാമിയെ പോലെ പെരുമാറരുതെന്ന് ഫാദർ ഫിലിപ്പ് കവീൽ. പ്രതികരിക്കാതെ CPIM സംസ്ഥാന സെക്രട്ടറി. പാംബ്ലാനിക്കെതിരെ വിമർശനം തുടർന്ന് DYFI. കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യയിൽ NIA അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം. കേരള പോലീസ് ചുമത്തിയത് ദുർബല വകുപ്പുകളെന്ന് പെൺകുട്ടിയുടെ മാതാവ്. അന്വേഷണത്തിന് മൂവാറ്റുപുഴ DYSPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം. റമീസിന് ക്രിമിനൽ പശ്ചാത്തലമെന്ന് പോലീസ്. ക്യാമ്പസുകളിൽ വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന ചാൻസലറുടെ നിർദ്ദേശത്തിൽ തുടർ നടപടിയുമായി കേരള സർവകലാശാല. വൈസ് ചാൻസലർ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാൻ കോളേജുകൾക്ക് നിർദ്ദേശം. സർക്കുലർ മയപ്പെടുത്തി വിവാദത്തിലായ കോളേജ് ഡെവലപ്മെന്റ് കൌൺസിൽ ഡയറക്ടർ രാജിവെച്ചു. നാളെ ക്യാമ്പസുകളിൽ ഗവർണറുടെ കോലം കത്തിക്കുമെന്ന് SFI. വീട്ടിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യും. നടപടിക്രമങ്ങൾക്കായി പാനൽ രൂപീകരിച്ച് ലോക്സഭാ സ്പീക്കർ. സുപ്രീംകോടതി, ഹൈക്കോടതി ജഡ്ജിമാരും മുതിർന്ന അഭിഭാഷകനും സമിതി അംഗങ്ങൾ. കേരളത്തിൽ ഉൾപ്പെടെ ദേശീയപാത നിർമ്മാണത്തിൽ വൻ അഴിമതിയെന്ന് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി. ഉപകരാറുകളിൽ അടക്കം ക്രമക്കേട്. നിർമ്മാണത്തിനിടെ തകർന്ന കൂരിയാട് ഡിസൈനിൽ തകരാറുണ്ടായെന്ന് NHA സമ്മതിച്ചതായ റിപ്പോർട്ടിൽ. PAC റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന്. സാങ്കേതിക സർവകലാശാലയിലെ പ്രതിസന്ധിയിൽ ഇടപെട്ട് ഹൈക്കോടതി. സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്ന് മനഃപൂർവ്വം വിട്ടുനിൽക്കുന്നുവെന്ന VC-യുടെ ഹർജിയിൽ സർക്കാർ പ്രതിനിധികൾക്ക് നോട്ടീസ്. താൽക്കാലിക VC നിയമനത്തിൽ ഗവർണർക്കെതിരെ കേരളം സുപ്രീം കോടതിയിൽ. കോഴിക്കോട് തഴമ്പാട്ടുതാഴത്തെ സഹോദരിമാരുടെ കൊലപാതകത്തിൽ പോലീസ് അന്വേഷിച്ച പ്രമോദ് മരിച്ച നിലയിൽ. മൃതദേഹം കണ്ടെത്തിയത് തലശ്ശേരി പുല്ലായിപ്പുഴയിൽ. സഹോദരൻ പ്രമോദിനെ കാണാതായത് ശ്രീജയ, പുഷ്പലളിത സഹോദരിമാരുടെ കൊലപാതകത്തിന് പിന്നാലെ. ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിൽ വനം വകുപ്പ് നിർദ്ദേശം ലംഘിച്ച് സെൽഫി എടുക്കാനിറങ്ങിയ വിനോദസഞ്ചാരിക്ക് 25,000 രൂപ പിഴ. കർണാടക സ്വദേശി കാട്ടാനയാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. അതിസാഹസത്തിന് ആരും മുതിരരുത് എന്നും കർണാടക സ്വദേശി. MSC ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പൽ തടഞ്ഞുവെക്കാൻ ഉത്തരവിട്ട് വീണ്ടും ഹൈക്കോടതി. പാൽമറെ കപ്പലാണ് തടഞ്ഞുവെക്കാൻ നിർദ്ദേശം നൽകിയത്. കോടതി ഇടപെടൽ. MSC എൽസ 3 കപ്പൽ അപകടത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ.
മലപ്പുറത്ത് വേദിയിൽ ഏറ്റുമുട്ടി ആരോഗ്യവകുപ്പ് മന്ത്രിയും മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സണും. മഞ്ചേരി ജനറൽ ആശുപത്രിയെ ചൊല്ലിയുള്ള പരാമർശങ്ങളാണ് ഇരുവരും തമ്മിൽ വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്താൻ ഇടയാക്കിയത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു ആരോഗ്യമന്ത്രി. വയനാട് സുൽത്താൻ ബത്തേരിയിൽ കടുവ പോത്തിനെ ആക്രമിച്ചു കൊന്നു. പുതുവീട് ഉന്നതിക്ക് സമീപം വയലിൽ മേയാൻ വിട്ട പോത്തിനെയാണ് കടുവ ആക്രമിച്ചത്. ബി.ജെ.പി. സംസ്ഥാന നേതാക്കൾക്കെതിരെ പരസ്യ പ്രതികരണത്തിൽ അച്ചടക്ക നടപടി. എസ് ശ്രീരാഗ്, വിപിൻകുമാർ, വിഷ്ണു കൈപ്പള്ളി എന്നിവരെ ബി.ജെ.പിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റേതാണ് നടപടി. കോഴിക്കോട് കോടഞ്ചേരിയിൽ +1 വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന പരാതിയിൽ ആന്റി റാഗിംഗ് സെൽ പോലീസ് ഇന്ന് റിപ്പോർട്ട് കൈമാറി. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് റിപ്പോർട്ട് നൽകിയത്. പരിഷ്കരിച്ച ആദായ നികുതി ബിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പാസായി. അംഗീകാരത്തിനായി ബില്ല് രാഷ്ട്രപതിക്ക് അയക്കും. രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവയ്ക്കുന്നതോടെ ബിൽ നിയമമാകും. കോട്ടയം വൈക്കത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ചെമ്പിലെ പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചാണ് വൈക്കം സ്വദേശികളായ ദമ്പതികൾ സഞ്ചരിച്ച കാറിന് തീപിടിച്ചത്. ആറ്റിങ്ങലിൽ വിദ്യാർത്ഥി സംഘർഷം. ആറ്റിങ്ങൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നടന്ന ഏറ്റുമുട്ടലിൽ +1 വിദ്യാർത്ഥിക്ക് പരിക്ക്. ഇളമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +1 വിദ്യാർത്ഥിക്കാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. വയനാട് പൊൻകുഴിയിൽ മാരക ലഹരി മരുന്നായ മെത്താംഫിറ്റമിനുമായി യുവാവ് പിടിയിൽ. കണ്ണൂർ അരവഞ്ചാൽ സ്വദേശി നിധിൻ പി മോനച്ചനാണ് പിടിയിലായത്. 195 ഗ്രാം മെത്താംഫെറ്റമിൻ കണ്ടെടുത്തു. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ കേസിലെ പ്രതി നാരായണദാസിന് ജാമ്യം. അറസ്റ്റ് രേഖപ്പെടുത്തിയപ്പോൾ കാരണം ബോധിപ്പിക്കാത്തതിനാൽ പോലീസ് നടപടി നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ നടപടികൾ നീളുന്നതിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി റിപ്പോർട്ട് നൽകണം എന്ന നിർദ്ദേശം. ജില്ലാ ജുഡീഷ്യറിയുടെ ചുമതലയുള്ള രജിസ്ട്രാറാണ് റിപ്പോർട്ട് തേടിയത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ തൃശൂർ RTO ഓഫീസിലെ 2 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ടെസ്റ്റ് ഗ്രൗണ്ടിന് സമീപത്ത് നിന്ന് 79,500 രൂപയാണ് കൈക്കൂലി വാങ്ങിയത്. മലപ്പുറം എടപ്പാളിൽ ലോറിക്ക് മുകളിൽ കയറി സാഹസിക യാത്ര. ഓടിക്കൊണ്ടിരിക്കെ ലോറിക്ക് മുകളിൽ നിന്ന് യുവാവ് ഡ്രൈവർ ക്യാബിനിലേക്ക് ഇറങ്ങി. മറ്റൊരു വാഹനത്തിലെ യാത്രക്കാരൻ പകർത്തിയ ദൃശ്യം 24-ന്. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ മേൽക്കൂരയുടെ ഒരു ഭാഗം കോൺക്രീറ്റ് ഇളകി വീണു. പേവാർഡിൽ കിടത്തി ചികിത്സിക്കുന്ന മുറിയുടെ മേൽക്കൂരയിലെ കോൺക്രീറ്റാണ് ഇളകി വീണത്. അപകട സമയം രോഗികൾ ഇല്ലാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി. തിരുവനന്തപുരം വർക്കലയിൽ വീണ്ടും തെരുവുനായ ആക്രമണം. 5 വയസ്സുകാരൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമെന്ന് പ്രദേശവാസികൾ. തിരുവനന്തപുരം സ്പോർട്സ് കൗൺസിൽ ആസ്ഥാനത്ത് തമ്മിൽ തല്ല്. മർദ്ദനമേറ്റ സംസ്ഥാന ജൂഡോ അസോസിയേഷൻ ടെക്നിക്കൽ സെക്രട്ടറി ജോയി വർഗീസ് ആശുപത്രിയിൽ. മർദ്ദിച്ചത് ജൂഡോ അസോസിയേഷൻ മുൻ ജില്ലാ സെക്രട്ടറി സനോഫ്. ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്കുള്ള നീക്കത്തെ രൂക്ഷമായി വിമർശിച്ച് ഓർത്തഡോക്സ് സഭ. മദ്യത്തെ വീട്ടിലേക്ക് എത്തിക്കാൻ സർക്കാർ കൂട്ടുനിൽക്കുന്നത് ഭൂഷണമല്ലെന്ന് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ. കുടുംബാന്തരീക്ഷത്തെ അപകടത്തിലാക്കുന്ന മദ്യനയം തിരുത്തണമെന്നും കാതോലിക്ക ബാവ. കമ്മ്യൂണിസ്റ്റുകാരെ ജയിലിലാക്കി MP ആയി വിലസാമെന്ന് കരുതേണ്ടെന്ന MV ജയരാജന്റെ പരാമർശത്തിന് മറുപടിയുമായി C സദാനന്ദൻ MP ആയി വിലസാൻ തന്നെയാണ് തീരുമാനമെന്നും തടയാൻ MV ജയരാജൻ മതിയാകില്ലെന്നും C സദാനന്ദന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. സംസ്ഥാനത്തെ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലെ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. ഒരാഴ്ചയ്ക്കുള്ളിൽ കെട്ടിടങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കും. കോളേജ് ഗസ്റ്റ് അധ്യാപകരുടെ ശമ്പളം ഉടൻ അനുവദിക്കാൻ സർക്കാർ തീരുമാനം. കോളേജ് പ്രിൻസിപ്പൽമാരിൽ നിന്ന് അടിയന്തരമായി അലോട്ട്മെന്റ് വിവരങ്ങൾ തേടി. നടപടി ഗസ്റ്റ് അധ്യാപകരുടെ ശമ്പള പ്രതിസന്ധി സംബന്ധിച്ച 24 വാർത്തയ്ക്ക് പിന്നാലെ. കോഴിക്കോട് പശുക്കടവിൽ വീട്ടമ്മ വൈദ്യുതിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ 2 പേർ കൂടി അറസ്റ്റിൽ. പശുക്കടവ് സ്വദേശികളായ നിബിൻ വർഗീസ്, ജിൽസ് ഔസേ പറമ്പിൽ എന്നിവരാണ് അറസ്റ്റിലായത്. കൊച്ചിയിലെ കുടിവെള്ള പ്രതിസന്ധിയിൽ താൽക്കാലിക ആശ്വാസം. പ്രതിസന്ധിയുണ്ടായ സ്ഥലങ്ങളിൽ വാട്ടർ അതോറിറ്റി പമ്പിംഗ് ആരംഭിച്ചു. അതേസമയം ചമ്പക്കര, പൂണിത്തുറ മേഖലകളിൽ പമ്പിംഗ് വൈകും.
കേരളത്തിൽ നിന്നുള്ള കൂടുതൽ വാർത്തകൾ നോക്കാം. കോതമംഗലത്തെ യുവതിയുടെ ആത്മഹത്യ NIA അന്വേഷിക്കണമെന്ന് BJP നേതാവ് PC ജോർജ്. BJP നേതൃത്വം മുഖ്യമന്ത്രി അടക്കമുള്ളവരെ സമീപിക്കും. സംഭവത്തിന് പിന്നിൽ വർഗീയതയും സാമ്പത്തിക ഇടപാടും അന്വേഷിക്കണമെന്നും PC ജോർജ്. മലപ്പുറം നിലമ്പൂർ ചെട്ടിയങ്ങാടി ജുമാ മസ്ജിദിൽ മോഷണം. നേർച്ചപ്പെട്ടി പൊളിച്ച് 10,000-ഓളം രൂപ കവർന്നുവെന്ന് പരാതി. കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റി പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. സണ്ണി തോമസ് ഇടിമണ്ണിൽക്കലാണ് പുതിയ പ്രസിഡന്റ്. ജനറൽ സെക്രട്ടറിയായി റെജി ഫിലിപ്പ് ടെസ്കോ, ട്രഷററായി ഷഫീഖ് G ഗോൾഡ് എന്നിവരെയും 12-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തിരഞ്ഞെടുത്തു. ഡോക്ടർ നിഖിൽ മണാശ്ശേരി എഴുതിയ അശ്വത്ഥാമാവിന്റെ നിറം എന്ന നോവൽ പുറത്തിറങ്ങി. സമകാലിക സാമൂഹിക രാഷ്ട്രീയ മേഖലകൾ പ്രമേയമായുള്ള നോവൽ പ്രസിദ്ധീകരിച്ച് വായനക്കാരിലേക്ക് എത്തിക്കുന്നത് മാൻകൈൻഡ് ലിറ്ററേച്ചറാണ്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ മലയാള സംഗീത മത്സര പരിപാടി എയ്മ വോയിസ് 2025 കേരള സംസ്ഥാനതല മത്സരം ഓഗസ്റ്റ് 30-31 തീയതികളിൽ കോഴിക്കോട് സെയിന്റ് ജോസഫ്സ് കോളേജിൽ നടക്കും. മലയാളം സെമി ക്ലാസിക്കൽ മെലഡി ഗാനങ്ങളടങ്ങിയ റൗണ്ടുകളാണ് മത്സരത്തിൽ ഉണ്ടാവുക. 9 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പരാതിയിൽ കേസെടുത്ത് പോലീസ്. കൊണ്ടോട്ടി ഐക്കരപ്പടി സ്വദേശി 65 വയസ്സുകാരൻ മമ്മദിനെതിരെയാണ് കൊണ്ടോട്ടി പോലീസ് കേസെടുത്തത്. കോഴിക്കോട് കോർപ്പറേഷനിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ പ്രതികരണവുമായി മേയർ ബീന ഫിലിപ്പ്. ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം ചെയ്യുമെന്ന് കരുതുന്നില്ല. ക്രമക്കേടുണ്ടെങ്കിൽ കണ്ടുപിടിക്കട്ടെ എന്നും കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യമല്ലെന്നും കോഴിക്കോട് മേയർ. കോഴിക്കോട് പേരാമ്പ്രയിൽ നിർത്തിയിട്ട ലോറി തനിയെ പിറകോട്ട് നീങ്ങി സ്കൂട്ടർ യാത്രികയ്ക്ക് പരുക്ക്. 5-ാം പീടിക സ്വദേശി മഞ്ജിമയ്ക്കാണ് പരുക്കേറ്റത്. ലോക ഗജദിനത്തിന്റെ ഭാഗമായി കോടനാട് അഭയാരണ്യം ആന പരിശീലന കേന്ദ്രത്തിൽ ആനയൂട്ട് നടത്തി. ഗജദിന ഉദ്ഘാടനം എറണാകുളം സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ ഇന്ദു വിജയൻ IFS നിർവഹിച്ചു. ആനകളുടെ സംരക്ഷണവും അവയുടെ ആവാസ വ്യവസ്ഥയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധവും പകർന്ന് നൽകുക എന്നുള്ളതായിരുന്നു പരിപാടിയുടെ മുഖ്യ ലക്ഷ്യം. കോഴിക്കോട് പുറമേരിയിൽ വിവാഹ സംഘത്തിന്റെ നിയമലംഘന യാത്രയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. നമ്പർ പ്ലേറ്റ് മറച്ച് യാത്ര ചെയ്ത 4 പേരുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. തൃപ്പൂണിത്തുറയെ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും അനുഭൂതിയിലേക്ക് നയിക്കുന്ന RLV ഫെസ്റ്റ് സമഭാവന 2025 തിരിതെളിഞ്ഞു. തൃപ്പൂണിത്തുറ MLA K ബാബു ഉദ്ഘാടനം ചെയ്തു. സംവിധായകൻ തരുൺ മൂർത്തി മുഖ്യ അതിഥിയായി. 100 ന്യൂസിലേക്ക് തിരികെ ഇനി പ്രധാന അറിയിപ്പുകൾ നോക്കാം. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിന്റെ നോളജ് സെന്ററുകളിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസറി ടീച്ചർ ട്രെയിനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് വനിതകളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 20. മഹാരാജാസ് കോളേജിലെ 1-ാം വർഷ ബിരുദ പ്രോഗ്രാമുകളിൽ വിവിധ വിഭാഗങ്ങളിൽ ഒഴിവുള്ള സീറ്റുകളിൽ പ്രവേശനത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു. ഓഗസ്റ്റ് 18 ഉച്ചയ്ക്ക് 12 മുൻപായി യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം കോളേജിൽ നേരിട്ടെത്തിയാണ് അപേക്ഷ നൽകേണ്ടത്. പുന്നപ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയിൽ 2025-27 ബാച്ചിലേക്കുള്ള ഫുൾ ടൈം MBA പ്രോഗ്രാമിൽ ഒഴിവുള്ള സീറ്റിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. ഓഗസ്റ്റ് 13-14 തീയതികളിൽ രാവിലെ 10 മണിക്ക് കോളേജിൽ നടക്കുന്ന സ്പോട്ട് അഡ്മിഷനിൽ 50% മാർക്കോടെ ബിരുദം നേടിയവർക്ക് പങ്കെടുക്കാം. ഇടുക്കി സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഫിസിക്സ്, കെമിസ്ട്രി അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന അഭിമുഖം 14-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും വിദ്യാഭ്യാസ യോഗ്യത, മുൻപരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളും സഹിതം കോളേജ് ഓഫീസിൽ തന്നെ ഹാജരാകണം. ചെറിയമുണ്ടം ഗവൺമെന്റ് ITIയിൽ 2025 വർഷത്തെ ITI പ്രവേശനത്തിന് വനിതാ വിഭാഗത്തിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഓഫ്ലൈനായി അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 19. ഓഗസ്റ്റ് 30 പുന്നമടക്കായൽ നടക്കുന്ന 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പന 3 ദിവസത്തിനകം ആരംഭിക്കും. നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയായിരിക്കും വിൽപ്പന. ദേശീയ വാർത്ത. ദേശീയ കായിക ഭരണ ബില്ലും ഉത്തേജക വിരുദ്ധ ഭേദഗതി ബില്ലും രാജ്യസഭ പാസാക്കി. ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ നിയമമാകും. കേന്ദ്ര സർക്കാർ ഫണ്ട് ലഭിക്കാൻ എല്ലാ ഫെഡറേഷനുകളും ദേശീയ കായിക ബോർഡിന്റെ അംഗീകാരം നേടിയിരിക്കണം.
തർക്കങ്ങൾ പരിഹരിക്കാൻ കായിക ട്രൈബ്യൂണൽ തുടങ്ങിയവയാണ് ബില്ലിലെ പ്രധാന വ്യവസ്ഥകൾ. ഉത്തരാഖണ്ഡിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ 43 പേരെ കൂടി കണ്ടെത്താനുണ്ടെന്ന് സർക്കാർ. 9 പേർ സൈനികരും 24 നേപ്പാൾ സ്വദേശികളും ഇതിൽ ഉൾപ്പെടുന്നു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ ഇസാഫ് ബാങ്ക് ശാഖയിൽ നിന്ന് 15 കിലോഗ്രാം സ്വർണവും 5 ലക്ഷം രൂപയും കവർന്നു. മുഖംമൂടി ധരിച്ചെത്തിയ 5 പേർ 20 മിനിറ്റ് കൊണ്ടാണ് കവർച്ച നടത്തിയത്. NCRലെ തെരുവു നായ്ക്കളെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റാനുള്ള സുപ്രീം കോടതി വിധിയെ അപലപിച്ച് നടി രൂപാലി ഗാംഗുലി എക്സ് അക്കൗണ്ടിലൂടെയാണ് നടി പ്രതികരിച്ചത്. ശിക്ഷാ കാലാവധി പൂർത്തിയായിട്ടും തടവുകാർ ജയിലുകളിൽ തുടരുന്നതിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച് സുപ്രീം കോടതി. ആവശ്യമില്ലാത്ത അത്തരം കുറ്റവാളികളെ ഉടൻ മോചിപ്പിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും സുപ്രീം കോടതി നിർദ്ദേശം നൽകി. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സാധ്യമായ എല്ലാ ഇടപെടലുകളും ഇന്ത്യ നടത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലപാട് വ്യക്തമാക്കിയത് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുമായുള്ള ഫോൺ സംഭാഷണത്തിൽ. ഇന്ത്യയിൽ സിംഹങ്ങളുടെ എണ്ണത്തിൽ വൻ വർധന. ഗുജറാത്തിലെ സൗരാഷ്ട്ര മേഖലയിൽ ഏഷ്യൻ സിംഹത്തിന്റെ എണ്ണം 891 ഉയർന്നു. സിംഹങ്ങളുടെ സംരക്ഷണത്തിലെ അതിശയകരമായ വിജയമാണ് എണ്ണത്തിലെ വർധനയെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. നഗരത്തിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിനും മോശം റോഡുകൾക്കുമെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 5 വയസ്സുകാരിയുടെ കത്ത്. സ്കൂളിലേക്കും ഓഫീസിലേക്കും പോകാൻ വൈകുന്നതിലുള്ള ദുരിതം ചൂണ്ടിക്കാട്ടി ആര്യ എന്ന കുട്ടിയാണ് പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയത്. ശ്രീനഗറിൽ 3 പതിറ്റാണ്ട് മുൻപ് 27-കാരിയായ നഴ്സ് കൊല്ലപ്പെട്ട കേസിൽ പുനരന്വേഷണം തുടങ്ങി ജമ്മു കശ്മീർ പോലീസ്. പുനരന്വേഷണം 35 വർഷം മുൻപ് കശ്മീരി പണ്ഡിറ്റ് നഴ്സായിരുന്ന സരള ഭട്ട് കൊല്ലപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട്. രാജ്യാന്തര വാർത്തകൾ. ഗസയിൽ അടിയന്തരമായി മാനുഷിക സഹായം എത്തിക്കാൻ ആവശ്യപ്പെട്ട് സംയുക്ത പ്രസ്താവനയുമായി 25 രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ. ബ്രിട്ടനും ഓസ്ട്രേലിയയും ഫ്രാൻസും സ്പെയിനും ജപ്പാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് പ്രസ്താവനയിൽ ഒപ്പുവച്ചത്. ഗസയിൽ ഇന്ന് മാത്രം പട്ടിണി കിടന്ന് 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേർ മരിച്ചു. ഇതോടെ ഗസയിൽ പട്ടിണി കിടന്ന് മരിച്ചവരുടെ എണ്ണം 227 വെടിനിർത്താനല്ല, ആക്രമണം കടുപ്പിക്കാനാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉദ്ദേശിക്കുന്നതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. സമാധാന ചർച്ചയ്ക്കായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അലാസ്കയിൽ പുടിൻ കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് സെലൻസ്കിയുടെ പ്രതികരണം. യുക്രൈൻ അതിർത്തി ബലം പ്രയോഗിച്ച് മാറ്റരുതെന്ന് യൂറോപ്യൻ യൂണിയൻ. സ്വന്തം ഭാവി തീരുമാനിക്കാൻ യുക്രൈനെ അനുവദിക്കണമെന്നും യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്ത്യക്കെതിരായ പ്രകോപനപരമായ പ്രസംഗത്തിന് പിന്നാലെ വീണ്ടും ഭീഷണി ഉയർത്തി പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീർ. ജാംനഗറിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ റിഫൈനറിയെ ആക്രമിക്കുമെന്നാണ് പുതിയ ഭീഷണി. സിന്ധു നദീജല കരാർ വിഷയത്തിൽ ഭീഷണിയുമായി മുൻ പാക് വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ. സിന്ധു നദിയിൽ അണക്കെട്ട് നിർമ്മിച്ചാൽ ഇന്ത്യക്കെതിരെ യുദ്ധമെന്ന് ഭീഷണി. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സായുധ സംഘമായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച് US. ദ മജീദ് ബ്രിഗേഡ് എന്ന പേരിലും അറിയപ്പെടുന്ന BLAയെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുകയാണെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പ്. റഷ്യയിൽ ഉത്തര കൊറിയൻ തൊഴിലാളികൾ കടുത്ത തൊഴിൽ പീഡനത്തിന് ഇരയാകുന്നുവെന്ന് BBC-യുടെ വെളിപ്പെടുത്തൽ. അടിമകൾക്ക് സമാനമായ ജീവിതമാണ് റഷ്യയിൽ നയിച്ചതെന്ന് രക്ഷപ്പെട്ട തൊഴിലാളികൾ പറഞ്ഞതായി BBC. അധിക തീരുവയിൽ ചൈനയ്ക്ക് സാവകാശം അനുവദിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അധിക തീരുവ 90 ദിവസത്തേക്ക് മരവിപ്പിച്ചു. ബിസിനസ് ന്യൂസ്. സേവിംഗ്സ് അക്കൗണ്ടുകളിലെ മിനിമം ബാലൻസ് ബാങ്കുകൾക്ക് തീരുമാനിക്കാമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. വിഷയം കേന്ദ്ര ബാങ്കിന്റെ നിയന്ത്രണ പരിധിയിൽ വരുന്നതല്ലെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഗുണനിലവാര സർട്ടിഫിക്കേഷനിൽ നിന്ന് 202 വിദേശ സ്റ്റീൽ ലൈസൻസുകളെ ഒഴിവാക്കി സ്റ്റീൽ മന്ത്രാലയം. ആഭ്യന്തര സ്റ്റീൽ കമ്പനികൾക്കുള്ള വിതരണ തടസ്സങ്ങൾ ലഘൂകരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് നടപടി. ഐഫോൺ നിർമ്മാതാക്കളായ ആപ്പിളിനെ കോടതി കയറ്റുമെന്ന് വെല്ലുവിളിച്ച് ഇലോൺ മസ്ക്. ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിൽ XAIയുടെ AI ചാറ്റ് ബോട്ട് ആപ്പായ ഗ്രോക്ക് AIക്ക് മുൻനിര സ്ഥാനം നൽകാത്തതും
ഓപ്പൺ എയുടെ ചാറ്റ് ജിപിടിക്ക് വലിയ പ്രാധാന്യം നൽകുന്നതുമാണ് മസ്കിനെ ചൊടിപ്പിച്ചത്. ഇന്ത്യയിൽ ഡിമാറ്റ് അക്കൗണ്ട് ഉടമകളുടെ എണ്ണം 20 കോടി പിന്നിട്ടു. ജൂലൈയിലെ കണക്കനുസരിച്ച് 20.21 കോടി ഡിമാറ്റ് അക്കൗണ്ടുകൾ ഇന്ത്യയിലുണ്ട്. ജൂലൈയിൽ മാത്രം പുതുതായി തുറന്നത് 29.8 ലക്ഷം ഡിമാറ്റ് അക്കൗണ്ടുകൾ. രാജ്യത്ത് വിലക്കയറ്റം 8 വർഷത്തെ കുറഞ്ഞ നിരക്കിൽ. ചില്ലറവില അടിസ്ഥാനമാക്കിയ പണപ്പെരുപ്പം ജൂലൈയിൽ 1.55%. ഭക്ഷ്യവിലക്കയറ്റം നെഗറ്റീവായി തുടരുന്നു. ട്രംപിന്റെ താരിഫ് നയത്തിൽ ഗുജറാത്തിലെ ഡയമണ്ട് വ്യവസായ മേഖലയിൽ കനത്ത തൊഴിൽ നഷ്ടം. നിരവധി പേർക്ക് ജോലി നഷ്ടപ്പെട്ടുവെന്ന് കണക്ക്. ഇന്ത്യൻ GDPയുടെ 12% കൈയടക്കി അംബാനി കുടുംബം. തുടർച്ചയായ 2ാം വർഷവും ഹുറൂൺ സമ്പന്ന പട്ടികയിൽ അംബാനി കുടുംബം 1ാം സ്ഥാനത്ത്. സ്പോർട്സ് ന്യൂസ്. ശുഭ്മാൻ ഗിൽ ICCയുടെ ജൂലൈയിലെ മികച്ച പുരുഷ താരം. ഇംഗ്ലണ്ട് പരമ്പരയിലെ ഉജ്ജ്വല പ്രകടനമാണ് ഗില്ലിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഓസ്ട്രേലിയക്കെതിരായ 2ാം T20യിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് 53 റൺസിന്റെ വൻപൻ ജയം. 219 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ 165-ന് ഓൾ ഔട്ടായി. ദക്ഷിണാഫ്രിക്കയുടെ അന്താരാഷ്ട്ര 2020യിൽ ഉയർന്ന സ്കോറിന്റെ റെക്കോർഡ് ഇനി ഡെവാൾ ബ്രവിസിന് സ്വന്തം. 56 പന്തിൽ പുറത്താകാതെ 125 റൺസ് നേടിയ ബ്രവിസ് പ്രോട്ടീസിനായി 2020യിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരവുമാണ്. ഏഷ്യ കപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിനെ അടുത്തയാഴ്ച പ്രഖ്യാപിക്കും. ജസ്പ്രീത് ബുംറയെ ടീമിൽ ഉൾപ്പെടുത്തുമെന്നും ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റനാകുമെന്നും റിപ്പോർട്ട്. പരിശീലനം പുനരാരംഭിച്ച ഇന്ത്യൻ ഏകദിന ടീം നായകൻ രോഹിത് ശർമ്മ. IPL-ന് ശേഷം അവധിക്കാലം ആഘോഷിക്കാൻ ഇംഗ്ലണ്ടിലായിരുന്നു രോഹിത് ശർമ്മ. നാളത്തെ സൂപ്പർ കപ്പിനുള്ള സ്ക്വാഡിൽ നിന്ന് ഡോണറുമയെ ഒഴിവാക്കി PSG. ഇറ്റാലിയൻ താരം ക്ലബ്ബ് വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് നടപടി. റിയൽ മാഡ്രിഡിൽ നിന്ന് ബ്രസീലിയൻ താരം റോഡ്രിഗോയെ മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കിയേക്കും. പെപ് ഗാർഡിയോളയുടെ പ്രത്യേക താൽപര്യമാണ് തീരുമാനത്തിന് പിന്നിൽ. മാർക്കസ് റാഷ്ഫോർഡിന് ബാഴ്സലോണയുടെ ആദ്യ മത്സരം നഷ്ടമാകുമെന്ന റിപ്പോർട്ടുകൾ. തിരിച്ചടിയായത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയാത്തത്. ന്യൂസിലേക്ക് തിരികെ കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. 21 ഗ്രാംസ് എന്ന വിജയ ചിത്രത്തിന് ശേഷം ബിപിൻ കൃഷ്ണ സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലെത്തിയ സാഹസം പ്രേക്ഷക സ്വീകാര്യത നേടുന്നു. കോമഡി എന്റർടൈൻമെന്റായാണ് ചിത്രം എത്തിയിരിക്കുന്നത്. സിദ്ധാർത്ഥ് മൽഹോത്ര, ജാൻവി കപൂർ, രഞ്ജി പണിക്കർ, സിദ്ധാർത്ഥ ശങ്കർ തുടങ്ങിയ പ്രധാന വേഷങ്ങളിൽ എത്തിയ പരം സുന്ദരി എന്ന ഹിന്ദി ചിത്രത്തിന്റെ ഔദ്യോഗിക ട്രെയിലർ പുറത്ത്. തുഷാർ ജലോട്ടയാണ് സംവിധാനം. ബോളിവുഡ് സംഗീത ലോകത്തെ വിസ്മയമായി ചുരുങ്ങിയ കാലം കൊണ്ട് പേരെടുത്ത നൂറൻ സിസ്റ്റേഴ്സ് മലയാളത്തിലേക്ക് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് നിർമ്മിക്കുന്ന 7ാം ചിത്രമായ ലോക ചാപ്റ്റർ 1 ചന്ദ്രയിലെ പ്രമോ ഗാനം ആലപിച്ചുകൊണ്ടാണ് അരങ്ങേറ്റം. അർജുൻ അശോകൻ നായകനാകുന്ന ചിത്രം തലവര ഉടൻ തിയേറ്ററുകളിലേക്ക്. വ്യത്യസ്തമായ ലുക്കിലാണ് അർജുൻ അശോകൻ ചിത്രത്തിൽ എത്തുന്നത്. ഉത്തർപ്രദേശിലെ സർക്കാർ സ്കൂളിൽ അധ്യാപകർ പരസ്യമായി മദ്യപിക്കുന്നു എന്ന രീതിയിൽ വീഡിയോ പ്രചരിക്കുന്നു. ദൃശ്യങ്ങൾ വ്യാജമാണ്. പ്രചരിക്കുന്നത് 2024 ഫെബ്രുവരിയിൽ ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ നടന്ന സംഭവം. നാളെ അറിയാം. തിരുവനന്തപുരം LBS പൂജപ്പുര വനിതാ എഞ്ചിനീയറിംഗ് കോളേജിൽ വിവിധ ബിടെക് ബ്രാഞ്ചുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നാളെ രാവിലെ 10 മണിക്ക്. എളങ്കുന്നപ്പുഴ മാലിപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഫാർമസിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ് ഒഴിവ്. കൂടിക്കാഴ്ച നാളെ രാവിലെ 11:30. മാപ്രാണം മാടായിക്കോണം PK ചാത്തൻ മാസ്റ്റർ മെമ്മോറിയൽ UP സ്കൂളിൽ അധ്യാപക ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച നാളെ 11 മണിക്ക് നടക്കും. കോഴിക്കോട് വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ട്രേഡ് ഇൻസ്ട്രക്ടറുടെ താൽക്കാലിക ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 10:30. ചെറുപുഴ പ്രാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജൂനിയർ ബോട്ടണി അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 11 ഓഫീസിൽ. ഇപ്പോൾ കിട്ടിയത്. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സുരേഷ് റെയ്നയ്ക്ക് നോട്ടീസ് അയച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വാതുവയ്പ് ആപ്പുകളുമായി ബന്ധപ്പെട്ട കേസിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുള്ള നോട്ടീസ്.
അയർലൻഡിൽ ഇന്ത്യക്കാർക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതിനെ അപലപിച്ച് ഐറിഷ് പ്രസിഡന്റ് മൈക്കൽ ഡി ഹിഗിൻസ് 6 വയസ്സുകാരിക്ക് നേരെ നടന്ന ആക്രമണത്തിന് പിന്നാലെയാണ് ഐറിഷ് പ്രസിഡന്റിന്റെ പ്രസ്താവന. സുപ്രീം കോടതിയുടെ ഡൽഹിയിലെ തെരുവുനായ നിയന്ത്രണ ഉത്തരവിനെതിരെ നടൻ ജോൺ എബ്രഹാം. തീരുമാനം നിയമവിരുദ്ധവും അപ്രായോഗികവും മനുഷ്യത്വരഹിതവുമെന്ന് നടൻ. 100 ന്യൂസ് പൂർത്തിയാവുന്നു.